ആ കുറുപ്പാ ആ കാര്യം പറ. മെമ്പറെ എടുത്തിരുന്ന വണ്ണിനടിക്ക് വേണ്ടി ചാവാൻ നിൽക്കുന്നത്. എപ്പോ? ഇപ്പൊ അതിന് രക്ഷപ്പെടുത്തിയില്ലേ? പെടുത്തി വീട്ടിലുണ്ട്. അത് നമ്മളെ വാർഡിൽ പെട്ട തന്നെയല്ലേ? എന്ത് പണ്ടാ കുറുപ്പെ വിട്ടേക്കല്ലേ, അവിടെ ഇരുത്ത്. ഞാൻ ഇപ്പം വരുന്നുണ്ട്. ഇലക്ഷനിൽ അടുത്ത് നിൽക്കുക. ഇനിയൊരു മാലക്കെട്ട് ആക്കാൻ പറ്റില്ല. ഇപ്പൊ വരാം. നമ്മുടെ വാർഡിൽ ആത്മഹത്യാ ശ്രമം ഇപ്പം വരാം. കുറുപ്പേ എവിടെ? കുറുപ്പ് അംബാസഡർ കാർ വിളിച്ചു. പഴയ അംബാസഡർ കാർ സ്റ്റാർട്ടാക്കാൻ ഉദ്ദേശിച്ചത്. എടോ, തനിക്ക് എൻ്റെ വാർഡിൽ തന്നെ വന്ന് ട്രെയിൻ അടിക്ക് വീണ് മരിക്കണോ അല്ലേ? മനുഷ്യന്മാർ അറമുട്ടി നിൽക്കുന്ന സമയത്ത് ഓരോരുത്തൻ വന്ന് കയറും. തനിക്കല്ലേ എന്തിന്റെ കേട്? നല്ല തണ്ടും തടി ഉണ്ടല്ലോടാ, അധ്വാനിച്ച് ജീവിച്ചൂടെ? മെമ്പർ അധ്വാനിക്കുന്ന കാര്യം മാത്രം പറയരുത്. കുറുപ്പിലേടാ അവിടെ ഉണ്ടാ? എനിക്ക് മരിക്കണം. പറ, തന്റെ പ്രശ്നം എന്താ? എനിക്ക് ജീവിക്കണ്ട. താനിങ്ങനെ കരഞ്ഞതുകൊണ്ട് പ്രശ്നം പരിഹരിക്കൂല. തന്റെ കാര്യം പറ. നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളില്ല. പറ, താൻ കാര്യം പറ. എന്നെ എന്തിനാണ് രക്ഷപ്പെടുത്തിയത്? പോലീസിനെ വിളിക്കണോ അതോ കാര്യം പറയണോ? കുറുപ്പേ, മോൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ വാർഡ് മെമ്പറാണ് ഇവിടുത്തെ. എൻ്റെ പേര് ഹംസക്കുട്ടി. വളരെ സ്നേഹത്തോടെ ലാളിത്യത്തോടെ മോനോട് ചോദിക്കുക, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഹംസക്കുട്ടി മെമ്പർ പരിഹരിച്ചു തരും. മോൻ്റെ പ്രശ്നം എന്ത് പറ, ഇപ്പം പറ. എൻ്റെ കല്യാണിക്കുട്ടി ഇല്ലാത്ത ഈ ലോകത്ത് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇതാണോ കാര്യം? പ്രേമം? ഞാൻ വിചാരിച്ചു വേറെ വല്ലതും കാര്യക്കുന്നു. ഇത് മെമ്പർ ശരിയാക്കി തരാം. ഇനി എത്ര വലിയ കൊമ്പന്റെ മോള് ഈ കല്യാണിക്കുട്ടി ആയാലും ഈ മെമ്പറും കൂട്ടരും പോക്കി കൊണ്ടുവന്നിരിക്കും. ഇനി അത് വിഷമിക്കണ്ട, ഈ മെമ്പറേറ്റ്. എൻ്റെ കല്യാണിക്കുട്ടി ഇല്ലാത്ത ഈ ലോകത്ത് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. മദ്രാസിലാണ് എൻ്റെ കല്യാണിക്കുട്ടിയുടെ വീട്. എല്ലാവരും ഉണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാവരും ഉണ്ട്. ആരും ഇല്ലെന്ന് ചോദിച്ചാൽ ആരുമില്ല. എനിക്ക് ജീവിക്കണ്ട, എനിക്ക് മരിക്കണം. എന്തിനാണ് നിങ്ങൾ അതിന് തടസ്സം നിൽക്കുന്നത്? ഞാൻ മരിക്കാൻ പോകുന്ന കാര്യം കല്യാണിക്കുട്ടിയെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഞാൻ കല്യാണിക്കുട്ടിയോട് അവസാനമായിട്ട് പറഞ്ഞത്, കല്യാണിക്കുട്ടിക്ക് എന്നെ കാണണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ അങ്ങ് ദൂരെ കുന്നിൻ ചെരുവിൽ വന്ന് മേലെ ആകാശത്ത് നോക്കിയാൽ ഒരു നക്ഷത്രമായിട്ട് ഞാനുണ്ടാവും. കല്യാണിക്കുട്ടിയെ നോക്കി മതി. ഈ കല്യാണിക്കുട്ടി എവിടെ ഉണ്ടെങ്കിലും ഈ ഹംസക്കുട്ടി കണ്ടുപിടിച്ച് മോനിക്ക് കാണിത്ത് ഏൽപ്പിച്ചു തരും. വിഷമിക്കണ്ട. താങ്കളുടെ ശേഷി ഹംസക്കുട്ടിക്കില്ല. കുറുപ്പേ, എന്തോ അഡ്രസ് ചെയ്ത് വാങ്ങിക്കേ. കല്യാണിക്കുട്ടി എല്ലാവർക്കും അറിയാം. അങ്ങനെ പ്രത്യേകിച്ച് അഡ്രസ്സൊന്നും ആവശ്യമില്ല. കല്യാണിക്കുട്ടി എല്ലാവർക്കും അറിയാം. അത്രയും പേര് കേട്ട കല്യാണിക്കുട്ടിയോ, ഞാൻ അറിയാത്ത കല്യാണിക്കുട്ടിയോ? അതെവിടെ? ബാംഗ്ലൂരാ? മെമ്പർ ഒരു സകലകല വല്ലവ. കുറുപ്പേ, കല്യാണിക്കുട്ടി കേരളത്തിലാണ് ജനിച്ചത്. സെറ്റിലായത് മദ്രാസില്ല, ഫാമിലി അടക്കം. ലോക സിനിമയിൽ അഭിനയിച്ച കല്യാണിക്കുട്ടി ആരാണെന്ന് ചോദിച്ച ഏത് കുട്ടികൾക്കും മനസ്സിലാവും. ആര്? കുറുപ്പ് നേരത്തെ പോയി. ലോക സിനിമയിൽ നായികയെ അഭിനയിച്ച കല്യാണിക്കുട്ടിയോ? വാച്ച് കെട്ടാനും മറന്നു. ആവശ്യത്തിനൊന്നും കിട്ടൂല. അപ്പോ കൃത്യം ഇപ്പൊ സമയത്രയായി? ഒരു 12 മണിയായി കാണുമെന്ന് വിചാരിക്കുന്നു. 12 മണി. മംഗള എക്സ്പ്രസ് വരാനുണ്ട്. മോൻ അതിൻ്റെ മുന്നിൽ നിന്നോ. ബാക്കി വരുന്ന എല്ലാ കാര്യങ്ങളും ഈ മെമ്പർ നോക്കിക്കോളാം. കത്തേ ചെയ്യാൻ പറ്റും.